CPIM കേന്ദ്ര കമ്മിറ്റിയിൽ പ്രായപരിധി കർശനമാകില്ല എന്ന് പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. പ്രായപരിധിയിൽ ആർക്കൊക്കെ ഇളവ് എന്ന കാര്യത്തിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കുമെന്ന് പ്രകാശ് കാരാട്ട് 24-നോട് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണയും പ്രായപരിധിയിൽ ഇളവുണ്ടാകുമെന്ന സൂചനയും പ്രകാശ് കാരാട്ട് നൽകുന്നു. 24 എക്സ്ക്ലൂസീവ്. 75 വയസ്സ് പിന്നിട്ടവർ പദവിയൊഴിയണമെന്ന നയം ഇത്തവണ കർശനമായി നടപ്പാക്കില്ല എന്നാണ് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കുന്നത്. പ്രായപരിധിയിൽ ഇളവ് നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രായപരിധി പിന്നിട്ടവർക്ക് പദവിയൊഴിയുന്നതിൽ വ്യക്തിപരമായി തീരുമാനമെടുക്കാനാവില്ല. എല്ലാം മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിക്കും. Well, last time itself at Kannur, Chief Minister Comrade Pinarayi Vijayan was given an exemption from the age limit because he was the Chief Minister of Kerala. And this time when we discuss about age limit application, I'm sure that all these factors will be also taken into consideration. പൊതുതത്വമനുസരിച്ച് പ്രായപരിധി 75 തുടരും. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇത്തവണയും ഇളവുണ്ടാകുമെന്നും പ്രകാശ് കാരാട്ട് സൂചന നൽകുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖ 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ല, ദീർഘവീക്ഷണത്തോടെയുള്ളതാണെന്നും പ്രകാശ് കാരാട്ട്. പാർട്ടി നയം മാറുന്നുവെന്ന വിമർശനം സങ്കുചിത വീക്ഷണമാണ്. ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നത് പുതിയ നയമല്ല. സംസ്ഥാന നേതൃത്വത്തിൽ അർഹരായവർ തഴയപ്പെടുന്നെന്ന വിമർശനത്തോട് കമ്മിറ്റികളിലേക്ക് ആളുകളെ ഉൾപ്പെടുത്തുന്നതും ഒഴിവാക്കുന്നതും കൂട്ടായ തീരുമാനത്തിലൂടെയെന്നാണ് മറുപടി. There is any major issue or problem as far as the Kerala State Conference is concerned. Within the party, even in a place like Kerala, where our party has a big mass influence, even our supporters, our rank and file, all of them may have some views. ദൈനംദിന പ്രവർത്തനങ്ങളിൽ പാർട്ടി സമയം അനുവദിക്കുകയാണെങ്കിൽ തന്റെ നേതൃകാലത്തെക്കുറിച്ച് പുസ്തകം എഴുതുമെന്നും പ്രകാശ് കാരാട്ട് 24-നോട് തുറന്നു പറഞ്ഞു. 24 ഡൽഹി.